ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊന്നൊന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ റെഡി ആവുകയാണേ. എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് എന്തിടുന്നത്. ഇതിടാന്നാണ്. ഇതൊരു ഷർട്ട് പോലത്തെ കേട്ടോ. പിന്നെ ഞാൻ അടുത്ത് ഓർത്തത് ഈ ഒരു ടോപ്പാണ്. ഇതിട്ട് നോക്കാം. എനിക്കാണെങ്കിൽ ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഇങ്ങനത്തെ സ്ലീവ്സ് ഉള്ളത് അല്ല ഫ്ലെയർഡായിട്ട് കിടക്കുന്ന സ്ലീവ്സ് ഉള്ള ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതായത് ഞാൻ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ മുടിയൊക്കെ അത് സെറ്റ് ചെയ്തു. ഇനി ഹെയർ സ്റ്റൈൽ ലാസ്റ്റ് നോക്കാം എന്ത് കിട്ടണമെന്ന്. ഇനി മുഖത്തുള്ള കലാപരിപാടികൾ ചെയ്യാം. ഇത് കൊള്ളാതെ ഇത് വെച്ചാൽ പുറത്തു പോകാം. മുടി ഇങ്ങനെ കിട്ടാന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ എല്ലാം കുളമാവും. ഓക്കെ, അപ്പം ഞാൻ റെഡിയായി. ഇനി ചേച്ചീനെ പോയി വിളിക്കണം. അതിന് മുമ്പ് ബാഗ് എടുക്കണമല്ലോ. അപ്പോൾ ബാഗിലിടാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. അപ്പം എൻ്റെ അടുത്തുള്ള ചെറിയ ബാഗുകൾക്ക് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു ടോട്ട് ബാഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ വേണ്ട ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് എടുത്ത് വെക്കാം. അപ്പം ഞാൻ റെഡിയായി. ഇനി ചേച്ചിയുടെ അടുത്ത് ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പുറത്ത് എന്തായിരുന്നു നോക്കാം. ചേച്ചി റെഡിയായി. അപ്പോൾ ചേച്ചി റെഡിയായി സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നത് കാക്കനാട് ഒരു ഷോപ്പിലാണ്. സീസോ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. അപ്പം മിനീസ പോലെ സെയിം ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോവാണ്. നിക്കിക്ക് ഞങ്ങൾ പോകുന്ന ഇഷ്ടമായില്ല. പോട്ടെ കളിപ്പാട്ടം മനസ്സിലാട്ടാ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഈ കട എവിടെയെന്നുള്ളൊരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തപ്പി ഞങ്ങളുടെ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലെത്തി. സിസോ എന്ന് പറഞ്ഞ സ്റ്റോറാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഇവിടുത്തെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കണ്ടു തന്നെ നിങ്ങൾ അറിയണം. അപ്പോൾ അത് ഞാൻ അവിടെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പില്ലോസും പിന്നെ അതേപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പറയാൻ പറ്റില്ല, അത്ര കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ മിനീസ പോലെ തന്നെ. പിന്നെ അതേ കണ്ടില്ലേ, ക്യൂട്ടായിട്ടുള്ള കുറേ കണ്ടെയ്നേഴ്സും ബാസ്ക്കറ്റ്സും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും എന്നെ കണ്ണൊടുക്കിയത് ഈ സാധനത്തിലാട്ടോ. ഇത് നമ്മുടെ ബോഡി സ്ക്രബ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ബാഗ് പല പല ബാഗിൻ്റെ ഷേപ്പിലാണ് ഇതുള്ളത്. നമ്മുടെ ഹാൻഡ് ബാഗ്സും ബാക്ക് ബാഗ്സും അതിൻ്റെയൊക്കെ ഷേപ്പിൽ സ്ക്രബ്ബേഴ്സാണ്, മേത്ത് ഇറക്കുന്ന സ്ക്രബ്ബേഴ്സ്. പിന്നെ ഇതേ മിററ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അടുത്ത് പറയേണ്ടത് കുട്ടികളുടെ ഐറ്റംസ് ആട്ടോ. അവിടെ പലതരം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതും ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. കുട്ടികളുടെ ഐറ്റം മാത്രമല്ല, പിന്നെ കിച്ചണിൽ വെക്കാനുള്ള പലതരം ഐറ്റംസ് ഉണ്ടായി. പിന്നെ നമ്മുടെ ഗേൾസിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ആക്സസറീസ്, പിന്നെ ഇയറിങ്സ്, അതേപോലെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ പല പല ക്ലിപ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിലെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്ലിപ്പായിട്ട്. ഈ റെഡ് ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചിക്കാണെങ്കിൽ ഈ ഒരു ക്ലിപ്പും ഇഷ്ടപ്പെട്ടു. കുറച്ചായിട്ട് ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഒരു മറ്റേ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഇവിടെ ഇതിന് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. ഞാൻ എന്താണ് ഈ സ്വകാര്യം പറയണ പോലെ പറയണതെന്നറിയോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റോറിലൊക്കെ പോയി ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര നാണം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ പറയില്ല, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്. ചേച്ചി ആ ഒരെണ്ണം വാങ്ങിച്ചു, ഞാൻ വേറെ അതിൻ്റെ ചെറുതും വാങ്ങിച്ചു. അതുകൂടാണ്ട് കുറേ പ്ലഷി ബാഗ്സും ഉണ്ടായിരുന്നു. എല്ലാം അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ അതേ കുറേ കപ്സ് ഉണ്ടാവും. ഞാൻ ആ ഒരു പിങ്ക് കപ്പും ചേച്ചിക്ക് ഈ ഒരു ടൈഗറിൻ്റെ കപ്പും ഇഷ്ടപ്പെട്ടു. ഇനി സാധനങ്ങൾ വാങ്ങിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി സിയാടി മസാല നമ്മുടെ ബിന്ദു പണിക്കൻ്റെ അവസ്ഥയായിരുന്നു കേട്ടോ. എനിക്ക് എന്തെടുക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാം ഇങ്ങനെ വാരി വലിച്ചെടുത്തിട്ടു ലാസ്റ്റ് കാർട്ടിൽ. പിന്നെ എൻ്റെ കണ്ണൊടുക്കിയ ഒരു ഐറ്റം കേട്ടോ, നമ്മുടെ പണ്ടത്തെ വാട്ടർ ഗെയിം. ഞാൻ നോക്കിയപ്പോൾ ചേച്ചിക്ക് അവിടുത്തെ സ്റ്റാഫ് ഓരോരോ ഗെയിംസൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു. ഞാൻ ഈ ഒരു ഫ്ലവർ വേസ് ആയിട്ട് പിന്നെ വാങ്ങിച്ചത്. പിന്നെ അവിടെ ക്യൂട്ടായിട്ടുള്ള കുറേ പ്ലഷീസ് ഉണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചില്ല, പൈസ കളയണമെന്ന് ഓർത്തു. പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവരെല്ലാ കാര്യങ്ങളും നല്ലോണം പറഞ്ഞു തന്നു. ഓരോരോ ഐറ്റംസിനെ പറ്റി നല്ല രീതിയിൽ പറഞ്ഞൊക്കെ തന്നു. മഴയായതുകൊണ്ടോ എന്താണെന്നറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. മന്തി കഴിക്കാനായിരുന്നു ആഗ്രഹം തോന്നിയത്. അങ്ങനെ ലാസ്റ്റ് ഒരു മന്തിക്കട കണ്ടുപിടിച്ചു. ഉദ്ദേശിച്ച പോലെ അധികം സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചില്ലല്ലേ. അധികം സാധനങ്ങൾ വാങ്ങിച്ചില്ല. എല്ലാം വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങിക്കണോ, ആവശ്യമുണ്ടോ എന്നൊക്കെ. അത്ര എല്ലാം നല്ല ക്യൂട്ട് സാധനങ്ങളാണ് ആ ഷോപ്പിലുള്ളത്. ഫുഡ് കണ്ട സന്തോഷം കേട്ടോ. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഷവായ മന്തി ആയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം പറഞ്ഞില്ലേ 3:30 ആയി ഓൾറെഡി. ഇനി ഞങ്ങൾ കഴിക്കട്ടെ, ഇനി കഴിച്ചിട്ട് ബാക്കി.
അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പിയായി. ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിയായിട്ട് ഈ ഹാർഡ് ഡിസൈൻസ് ഉള്ളത്. അപ്പം അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് ചേച്ചി പറഞ്ഞു. ഞാനാണെങ്കിൽ ഈ ഹാർഡ് ഡിസൈൻസിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കുറേ കളക്ഷൻസ് ഓഫ് കുർത്തീസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുർത്ത സെറ്റായിട്ട് ഇത്. നല്ല മെറ്റീരിയൽ ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ പ്രൈസ് കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചു വെച്ചു. എനിക്കാണെങ്കിൽ ആ കുർത്ത സെറ്റ് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ഭയങ്കര വിഷമോട്ടോ. വേറെ ദിവസം വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചിയും ഒന്നും വാങ്ങിച്ചില്ല, ഞാനും ഒന്നും വാങ്ങിച്ചില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ഹാർഡ് ഡിസൈൻസ് നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വീട്ടിലേക്കാണെങ്കിൽ ഇഹേന്ന് എന്തോ 2 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിതേ മഴ വന്നേനുമ്പോൾ വീടെത്താന്ന് ഓർത്തു. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അമ്മക്കാണെങ്കിൽ ഭയങ്കര വയ്യാണ്ടിരിക്കുകയാണ്. അമ്മ പനിയാണ് അമ്മക്ക്. അപ്പോൾ അതേ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി. അച്ഛനാണെങ്കിൽ ഇതേ വടയൊക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ ചായ ഞാൻ ഇന്ന് വാങ്ങിച്ച ആ കപ്പാട്ടത്. ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ച ആ കപ്പ്. അതിലാണ് ഞാൻ ചായ കുടിക്കുന്നത്. ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ച ഐറ്റം ഇതാണ്. ഇത് റൂമിൽ വെച്ചിട്ട് എങ്ങനെയാണെന്ന് കൂടി കാണിക്കാം കേട്ടോ. ഈ വാങ്ങിച്ച ഫ്ലേവറും പോട്ടും ഞാൻ ഇവിടെ വെക്കാമെന്നാണ് വിചാരിച്ചത്. കീപ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാവ്. കുറച്ച് നേരം ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇത്രയുള്ളൂ. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോളൂ. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു ക്ലിപ്പാണ് കേട്ടോ. പിന്നെ ആ ഫ്ലവർ വേസും ആ ഫ്ലവറും പിന്നെ വാങ്ങിച്ചത് ആ കപ്പുമാണ്. ഇത്ര സാധനങ്ങളാണ് ഞാൻ സിസോയിൽ പോയിട്ട് വാങ്ങിച്ചത്. ഹിയയിൽ പോയിട്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. എനിക്ക് തലവേദനയുണ്ട്, എന്താണെന്നറിയില്ല. അമ്മക്ക് പനിയാണ്. അപ്പോൾ എനിക്കും പനി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അതിൻ്റെ ഒരു തലവേദനയും ഒരു ചൂടും പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.